ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ S20+6 യോമിയുടെ പുതിയൊരു പ്രൊഡക്റ്റാണ് വാക്യൂം ക്ലീനർ. ഇതാണ് നമ്മളെ വാക്യൂം ക്ലീനർ. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്ന പോലെ തന്നെ ഫ്രണ്ടിലും മുകളിലും സൈഡിലൊക്കെ ഫുള്ള് സെൻസേർഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണിത്. വളരെ ഉപകാരം, വീട്ടിലൊക്കെ ഏറ്റവും നല്ലൊരു ഉപകാരപ്പെടുന്നൊരു മെഷീനാണത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒരുപാട് അതിൻ്റെ ഗുണങ്ങളുണ്ട്. കാരണം നമുക്ക് ടൈം വെച്ചിട്ട് നമുക്ക് അതിനെ ഷെഡ്യൂൾ ചെയ്യാം. ക്ലീൻ ചെയ്യാനും മോപ്പ് ചെയ്യാനും എല്ലാത്തിനും വളരെ ഉപകാരമാണ്. നിങ്ങൾക്ക് ഇതിവിടെ കാണുന്ന പോലെ തന്നെ രണ്ട് സൈഡിലൊക്കെ സെൻസേഴ്സ് ഉണ്ട്, മുകളിലും സെൻസർ ഉണ്ട്. ഈ സൈഡിലൊക്കെ എല്ലാം സെൻസേർഡ് എക്യുപ്ഡാണ്. ഫ്രണ്ടിൽ നിങ്ങളാകുന്ന 2 ബട്ടൺ ഉണ്ട്, ഒന്ന് പവർ ബട്ടണും പിന്നെ ഒരു ഹോം ബട്ടണും. ഇത് കണ്ട ഈ പവർ ബട്ടൻ്റെ താഴെയുള്ളത് ഹോം ബട്ടൺ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഡോക്ക് ഉണ്ട്, ആ ഡോക്കിലേക്ക് അത് ഡയറക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പോയിക്കോളും. അങ്ങനെ അത്യാവശ്യം നല്ല ക്വാളിറ്റി, അത്യാവശ്യമല്ല നല്ല ക്വാളിറ്റി മോപ്പിങ് ഇതൊക്കെ തരുന്നത് തന്നെയാണ്. നമ്മളിതിപ്പോൾ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കാണുന്ന വേണ്ട ഒരു വാട്ടർ ബോക്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു 300 to 350 ml വെള്ളം ഇതിൻ്റെ അകത്ത് ഇതിൽ വിളിക്കുക. ഇത് ടോപ്പ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ആക്ച്വലി നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ടോപ്പിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് വെള്ളം മൊത്തം ഫില്ല് ചെയ്യാം. പിന്നെ ഇത് കാണുന്നുണ്ടോ, അതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ അതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ വാട്ടർ ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തന്ന പോലെ തന്നെ നിങ്ങൾക്ക് എടുത്തിട്ട് റിമൂവ് ചെയ്യാം. അത് വേണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്തിട്ട് ഇതാക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ട് നിങ്ങൾക്ക് തിരിച്ച് ഇതിൻ്റെ മേലെ തന്നെ റിട്ടേൺ ആക്കിയിട്ട് വെക്കാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിന് ഒരു ഡസ്റ്റ് കമ്പാർട്ട്മെൻറ്റും കൂടി ഉണ്ട്. അതും ഇതേപോലെ പ്രസ് ചെയ്ത് നമുക്ക് ഊരിയെടുക്കാം. അതിൻ്റെ അകത്ത് ഡസ്റ്റൊക്കെ സക്ക് ചെയ്ത് ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊരിയെടുക്കാം. അപ്പം ഇത് കണ്ട ഏകദേശം ഈ ഒരു സാധനം ബാക്കിലുള്ള 2 മോപ്പ് വെച്ചിട്ട് നല്ലോണം അത് ഫ്ലോറൊക്കെ നല്ലോണം സക്ക് ചെയ്ത് നല്ലോണം ക്ലീൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ലൊരു ക്ലീനിങ് നല്ല ഇതിൽ ചെയ്യുന്നുണ്ട്. അതായത് ഇതൊന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ വേറെ ആരെങ്കിലും പൈസ കൊടുത്തിട്ട് പണിക്ക് എത്തിക്കേണ്ട ആവശ്യം വരില്ല. കാരണം വലിയ ഡേർട്ടല്ലാത്ത, അതായത് മീൻസ് പൊടി അങ്ങനെയുള്ള മുടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഡീസൻ്റായിട്ട് ഇതാക്കും. ഇതാണ് ഇതിൻ്റെ അടിവശം നിങ്ങൾക്ക് കാണാം. 2 മോപ്പ് അവിടെ ഇതുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ എയർ സക്ക് ചെയ്യുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ ടയർ. ഈ ടയർ വെച്ചിട്ട് അതിന് ഏകദേശം എനിക്കൊന്ന് 1-2 ഇഞ്ച് ഹൈറ്റിൽ വരെ ഇത് അങ്ങനെ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി ലിഫ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടൊക്കെ പോകും. നമ്മൾ ചെറിയ പടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ട് ഇതേപോലുള്ള സോഫൻ്റെ അടിയിലൊക്കെ, ഇതൊക്കെ ലോ ഫ്ലോർ സോഫയാണ്. അതേപോലെ കട്ടിൻ്റെ അടിയിലൊക്കെ നമുക്കിപ്പം മാച്ചിൽ കൊണ്ട് എടുത്ത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇതങ്ങനെ നല്ലോണം അതിൻ്റെ ഉള്ളിലൊക്കെ പോയി നല്ലോണം ക്ലീൻ ചെയ്തിട്ട് അങ്ങ് എടുക്കും. ഇതിൻ്റെ തന്നെ ഒരു ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം കട്ടിൻ്റെ അടിയിലൊക്കെ പോയിട്ട് എടുക്കുക, ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ അടിയിലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഫ്രണ്ടിൽ ഈ കാണുന്ന ഇപ്പോൾ പവർ ബട്ടൺ നോക്കുന്നൊരു കറങ്ങിയതുണ്ടല്ലോ, അതാണ് അതിൻ്റെ ഫ്രണ്ടിനും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് നേരെ അതിനെയും ഉള്ളിലേക്ക് ആക്കിയിട്ട് അതങ്ങ് ഇതാക്കും. ഇപ്പം ഞാൻ ഡോക്ക് നെക്കിയിട്ട് വെച്ചതാണ്. കാരണം ഇതിപ്പം കണ്ട അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അകത്ത് പോകുന്നത് കണ്ട നേരെ അതന്നെ അത് സെൻസർ വെച്ചിട്ട് സെൻസ് ചെയ്തിട്ട് അങ്ങ് പോയിക്കോളും. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരിപ്പം നമ്മളിപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹാളും 3 റൂമും ഉണ്ട്. ഈ 3 റൂമും പിന്നെ കിച്ചൻ്റെ ആ ഒരു ഏരിയ ഇത് നല്ല അതായത് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ടാസ്ക് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതാക്കും. അതായത് വാക്യൂം ചെയ്തിട്ടും പിന്നെ മോപ്പിങ്ങും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് അതിൻ്റെ ചാർജ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് പോയി ഡോക്കിൽ പോയി ചാർജ് ചെയ്ത് പിന്നെ അത് വർക്ക് റിസീവ് ചെയ്യും. പിന്നെ ഇതേപോലെ ഇത് കണ്ട അത് ഓരോ മുമ്പിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ട് അതെന്നെ സെൻസ് ചെയ്ത് വളരെ മൈന്യൂട്ടായി നോക്കി ആ ഏരിയയ്ക്ക് ഓരോ കോർണറും ഇതെന്ത് ചെയ്യും എടുത്തിട്ട് അതിൻ്റെ സെക്ഷൻ എടുക്കുകയും ചെയ്യും. അതിൻ്റെ മോപ്പിങ്ങും ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ ഇത് കാണാൻ പറ്റുന്ന നമ്മൾ കണ്ട ഇതിൻ്റെ അടിയിൽ പോയിട്ട് സോഫൻ്റെ അടിയിൽ പോയിട്ട് അതിങ്ങനെ വർക്ക് ചെയ്യുന്നത് അങ്ങ് മൂലയ്ക്ക് വരെ പോകുന്നുണ്ട്. അത് അതേപോലെ തന്നെ മോപ്പിങ്ങും അത് ചെയ്യും. പിന്നെ വേറെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം നമ്മൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏരിയയിൽ ഇത്ര ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏരിയ മിസ്സായി പോകും. അതില്ല, ഇത് വളരെ വളരെ നൈസായിട്ട് തന്നെ അതെന്ത് ചെയ്യും മൊത്തത്തിൽ അങ്ങ് അതിൻ്റെ
ഒരു ഇഞ്ച് ഇപ്പോൾ ഒരു തരി പോലും വിടാണ്ട് അത്രയും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇത്. പിന്നെ അതേപോലെ തന്നെ ഓരോ ഏരിയയും സെൻസർ കൊണ്ട് സെൻസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മൊബൈലിലും നമുക്ക് ഓരോ ഏരിയ മാത്രമായിട്ട് നമുക്ക് വേണമെന്നുണ്ട് ക്ലീൻ ചെയ്യാം. ഇതിപ്പോൾ ഇന്നൊരു ഏരിയ മാത്രം മതി എന്നാണെന്നുണ്ടെങ്കിൽ അതും ആപ്ലിക്കേഷനിൽ ഇതിൻ്റെ ഒരു Xiaomi എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് നല്ല ഇതിൽ ക്ലീൻ ചെയ്യാം. പിന്നെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ മോപ്പിംഗ് പാഡൊക്കെ ചിലപ്പോൾ 2, 3, 4, 5 മാസം കഴിഞ്ഞാൽ കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മോപ്പിംഗ് പാഡ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അതും വളരെ ചെറിയ പൈസക്ക് ഓൺലൈനിൽ കാണുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്നൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞാൽ അത് എനിക്ക് ഇവിടെ കിട്ടും. തെമ്മൂന്നാണ് ഓർഡർ ചെയ്തത്. ആകെ എനിക്ക് ചിലവായെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ 30 റംസ് എങ്ങാനേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ചിലവാക്കിയത്. അത് ഞാൻ ഒരു 2-3 എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഓഫർ കണ്ടരങ്ങ് വാങ്ങിച്ചതാണ്. അപ്പം അത്യാവശ്യം നമുക്ക് ഊരി മാറ്റിയിട്ട് ഇടാമല്ലോ അത്. പിന്നെ ഇത് കണ്ട, നമ്മളിപ്പോൾ ഒരു കസാല ഉള്ളത്, ആ കസാലൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഫുള്ള് ആ 4 കാല് വെച്ചിട്ട് ബാക്കിയുള്ള മൊത്തം റൊട്ടേറ്റ് ചെയ്തിട്ട് നല്ലോണം അത് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമ്മളിപ്പം അതിൻ്റെ മേലയിലെല്ലാം കുറച്ച് പൊടി പോലെയെല്ലാം കാണുന്നുണ്ട്. ഞാൻ തന്നെ ക്ലീനിങ്ങിന് ഒരു മടിയായത് കൊണ്ടാണ് ഈ സാധനം വാങ്ങിച്ചത്. പീനിയും കൂടി അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇടയ്ക്കൊന്ന് ഇതായിട്ട് കൊടുക്കാം. എന്തായാലും ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നവരെ നോട്ടീസ് ചെയ്ത് ഇത് കഴിഞ്ഞ പാടൊന്ന് മൊത്തത്തിലൊന്ന് അതിനെ കൂടി ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് വെക്കണം. പിന്നെ വേറെ ഇതിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് മാത്രമല്ല, ഇത് കണ്ട, ഇതിപ്പോൾ ഞാനിപ്പോൾ മോപ്പിങ് ഇട്ടതാണ്. ഈ മോപ്പിങ് ഇട്ടതിൻ്റെ ആ ഒരു വാട്ടറിങ് ഇത് കണ്ട, ഈ വാട്ടർ ഡ്രോപ്സ് അതിന് ഇട്ടുകൊടുക്കുന്ന അതിന് ഓരോ ലെവലുണ്ട്. ഓരോ ലെവൽ 1, 2, 3 ലെവൽ 3 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലോണം വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ മോപ്പ് ചെയ്യുന്ന പോലെ. ഇത് കണ്ട കറക്റ്റ് ക്ലിയർ ആയിട്ട് ഇത്ര ഒരു വിട്ടിലാണ് ഉണ്ടാകാൻ. നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഈ വിട്ടിൽ അത് ഇത്ര ഏരിയ ഒക്കെ കവർ ആവുമെന്നുള്ളൊരു ചിന്ത നമുക്ക് ഫസ്റ്റ് ഉണ്ടാകും. പക്ഷെ അത് 1 by 1 ആയിട്ട് അതിന് അവർ ഒരു മോഡൽ പറയുന്നുണ്ട്, സിഗ്സാക് മോഡൽ എന്നങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ. ആ ഒരു മോഡൽ എല്ലാ ഏരിയയിലും, അതായത് 1 ഇഞ്ച്, ഞാനത് കറക്റ്റ് നോക്കിയത് 1 ഇഞ്ച്, ഒരു കൈ സെൻറ്റി വരെ, അതായത് ഗ്യാപ്പില്ലാത്ത രീതിയിലാണ് അവരെ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഞാനിതിപ്പോൾ ഇത് കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടത്, ഇതിപ്പോൾ നമ്മൾ ആ Xiaomiൻ്റെ ആപ്ലിക്കേഷനാണ്. ഇതിപ്പോൾ എൻ്റെ മാപ്പ് ഉപയോഗിക്കുന്ന വീട്ടിൻ്റെ മാപ്പാണിത്. ഈ 3 റൂമും പിന്നെ ഒരു ഹാളും പിന്നെ റൂമിൻ്റെ ഇടയിലുള്ള ഈ ബ്ലാക്ക് കണ്ടത് അത് നമ്മൾ അലമാരയും കാര്യങ്ങളും ഇതെല്ലാമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ആക്സസ് ചെയ്യാൻ കഴിയില്ല. ഫസ്റ്റ് ഇത് നമ്മൾ വെച്ചിട്ട് മൊത്തം മാപ്പ് എല്ലാം ഒന്ന് ക്യാപ്ചർ ചെയ്യണം. അപ്പം ആ ഒരു ഏരിയ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് അതിന് സെൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ബ്ലാക്ക് ആയിട്ട് ഉണ്ടായി. അതിന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ് ബാക്കിയുള്ള കളറിലൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ട് ഓരോ റൂം ബേസ് ആയിട്ടും വേണമെന്നുണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. എനിക്കിപ്പോൾ റൂം 1 എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാളാണ്. ആ ഹാള് മാത്രം ക്ലീൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എനിക്ക് റൂം 1 ഇതിൻ്റെ അകത്ത് ഇത് കണ്ട ഓരോ റൂമിൻ്റെയും നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട്. അതും അവിടെ വാക്കം മാത്രമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡീഷണലായിട്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം. ഏത് റൂമും നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരുപാട് റൂംസ് ഇതിൻ്റെ ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഏരിയ മാത്രമായിട്ട് സെലക്റ്റീവായിട്ട് നമുക്ക് മോപ്പിങ്ങും സക്ഷനിങ്ങും ചെയ്യാം. അപ്പം അത് ഭയങ്കര അത് ഈ പച്ച ഗ്രീൻ കാണുന്നുണ്ട്, ഗ്രീനാണ് നമ്മളെ ഡോക്ക്, ഇതിന് ചാർജിങ് സ്റ്റേഷനുണ്ട്. അപ്പം അത് ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് അങ്ങോട്ട് തന്നെ പോയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ കൊടുത്ത ടാസ്ക് വളരെ മാന്യമായിട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡോക്കിലേക്ക് അതിൻ്റെ പോയിക്കോളും. നമ്മളിപ്പോൾ ഡ്യൂട്ടിയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് പിന്നെ ഇതിൻ്റെ ഇത് ടൈം ഷെഡ്യൂളും ചെയ്യാം. ഇന്ന് രാത്രി വേണമെന്നുണ്ടെങ്കിൽ രാത്രി, ഞാൻ സ്വതവേ രാത്രി ഇടാറുണ്ട്. രാത്രി നല്ലോണം ക്ലീനിങ് നല്ല ഏരിയയിൽ ആരും കാണും. പകലുകളിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുട്ടികളിലുള്ളതാണ് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന സമയത്ത് അവർ ഇതാക്കും, ഡിസ്റ്റർബ് ആകണ്ടെന്നുള്ളത്. പിന്നെ ഇത് ഓരോ മാപ്പ് ലിസ്റ്റ് ഉണ്ട്. ഓരോ ടൈം നമ്മളിപ്പം എന്ത് ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം ഓരോ മാപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. മാപ്പ് മീൻസ് വീട്ടിൻ്റെ മാപ്പ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ ക്ലീൻ ചെയ്ത ഡേറ്റ്, എത്ര ക്ലീൻ ചെയ്തു, എത്ര ഏരിയ ക്ലീൻ ചെയ്തു, ക്ലീൻ ചെയ്യാൻ എത്ര സമയം എടുത്തു, അതൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് വളരെ റെക്കോർഡിക്കലായിട്ട് ഇതിൻ്റെ അകത്ത് കാണാം.
ഇത് കണ്ട 22 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ തന്നെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്റ്റീവായ ഒരു ഏരിയ മാത്രം ക്ലീൻ ചെയ്യാൻ സെക്ഷനിലിട്ടിട്ട് ആക്കിയതാണത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതുണ്ട് കൺസ്യൂമർ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ഓരോന്നിൻ്റെ ഇത് എത്രത്തോളം ഇനി നമ്മൾ യൂസ് ചെയ്തു, എത്രത്തോളം അതിനും കൂടി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിൽ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് അത് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഇത് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ വീട്ടിൽ പിന്നെ നാട്ടിലും എവിടെയായാലും യു എയിലാണെന്നുണ്ടെങ്കിൽ എവിടെയായാലും ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. നമുക്ക് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.